അപ്പോൾ നമുക്കിന്ന് പാസഞ്ചേഴ്സിനെ ഇറക്കി ഇടാൻ പോവാണ്. അപ്പോൾ നേരെ പോവാം. വണ്ടി ആവണം സ്റ്റാർട്ട് ആവണല്ലോ ഗൈസ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട ഗൈസ്. പെട്രോളാണെങ്കിൽ ആകെ 108 ലിറ്റർ ഉള്ളൂ. ഇത് കൂടെ ഏതൊക്കെ കുറുക്കോളി പറഞ്ഞിട്ടുണ്ട്, അത് കൂടെ നമ്മൾ പോകണം. പാസഞ്ചറിനെ മറ്റേ ടീം കെയറാ പറഞ്ഞിട്ടുള്ളത്. പോയി നോക്കാം. കാർമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഞങ്ങൾ വിളിച്ചാണ്. പാസഞ്ചേഴ്സിനെ അവിടെ തന്നെ ഇറക്കി വിടുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാവുന്ന ചേച്ചി അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ചേച്ചി അടുത്താണ് ചായ കുടിച്ചിട്ട് തരാം ഗൈസ്. ഇതിൽ സൂപ്പർ ചായ ഇടും. ഇന്തോനേഷ്യ ചേച്ചിന് ഗൈസ് സ്ഥലത്തിണ്ട്. നമ്മൾ പോയിട്ട് ട്രെയിനൊക്കെ റെഡിയാണോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഇല്ലടാ, ട്രെയിനൊക്കെ റെഡി ആയി നോക്കിയിട്ട് വരല്ലേ? ഓക്കെ വണ്ടി ഗിയറിൽ ഇടാം. വണ്ടി ഓഫാക്കാം. ലൈറ്റ് ഓഫാക്കാൻ പറ്റുന്നു ഗൈസ്. ഓഫാക്കിയിട്ട് ഗൈസ് ഗൈസ് നമുക്ക് ട്രെയിനൊക്കെ ഉണ്ടാകുന്ന നോക്കി വരാം. ഈ പാലം കുറച്ച് കെട്ടിണ്ടായിരുന്നു ഗൈസ്, ഒടിഞ്ഞുപോയി. മഴ പെയ്തിട്ടേ ഇതൊക്കെ ഇരുട്ടായുണ്ട്. ഇവിടെ മാത്രം എന്താ ലൈറ്റ്? എന്താ അങ്ങനെ? അയ്യോ എന്താ എന്താ ഇത് അനിറുദ്ധേ? ബോർഡൊക്കെ വെച്ചിട്ട് റീഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് മനസ്സിലായ ഒറ്റ വേർഡ് എന്താ വെച്ചാൽ 1985. 1885. ട്രെയിനൊക്കെ പറഞ്ഞെടുക്കണം. ട്രെയിനൊക്കെ എന്താ ഗൈസ് അത്? വണ്ടി എടുത്ത് വണ്ടി ഇതുവരെ വണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ കത്ത് ഗൈസ്. എന്തോ ആവുന്നുണ്ട് ഗൈസ്, എന്തോ ആവുന്നുണ്ട് ഗൈസ്. അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. വണ്ടിക്ക് എന്തോ ആവുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ് വണ്ടിക്ക് എന്തൊക്കെയോ ആവുണ്ട് ഗൈസ്. ലൈറ്റ് നോക്ക് ഗൈസ് കണ്ടോ വണ്ടിക്ക് എന്തോ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് ഗൈസ്. പേര് ഗൈസ് പോവാ. എന്താ വണ്ടി പിന്നാലെ പോണിട്ടോ? റിവേഴ്സ് ഗിയർ ഇട്ടാ നമ്മളറിയണേ റിവേഴ്സ് ഗിയർ മാറ്റിക്കൊണ്ടേ പോകും. എന്താ വണ്ടിയാണത്? ഇതെങ്ങനെ? അതാ ന്യൂട്രി. ഫസ്റ്റ് ഗിയറായി നേരെ വിട്ടോ. പ്രേതത്തിനെ ഒഴിഞ്ഞു കിട്ടാൻ വലിയ ഭാഗ്യമായി. ഇവിടെയുള്ള ആൾക്കാർക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ ആ പ്രേതത്തിനെ പറ്റി എന്തെങ്കിലും ഒരു അറിയിപ്പുണ്ട് വെച്ചോക്കാം. അപ്പം നമുക്ക് ഇത് എവിടെ ഒരു കട ഉണ്ട് ഇത്ര അവിടെ തന്നെ, ആ ഗ്രീൻ കളർ ഷോപ്പ്, ആ വീട് ആ തന്നെ. ഇതേത് എൻ്റെ വീടല്ലടാ, ഇത് എൻ്റെ വീട്. ഗൈസ് നമ്മൾ സംസാരിച്ചിട്ട് ഒന്ന് പറയാം എന്തൊക്കെയാന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ പ്രേതത്തിനെ കണ്ടത് ആ ഒരു മുത്തി ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്താന്നാ പറഞ്ഞു കൊടുക്കണേ, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമോഷണലാണ് അവരുടെ അച്ഛൻ്റെ മകനെ കൊന്നത് ഇവരാണത്രേ. അതായത് ഈ മുത്തിൻ്റെ ഏട്ടനെ കൊന്നത് ഈ പേയാണത്രേ. അവർ പറഞ്ഞ അങ്ങനെയാണ്. അതിലണ്ടവർ പറഞ്ഞു നിങ്ങളാ പ്രയത്നം രക്ഷപ്പെട്ടത് നിങ്ങളുടെ എന്തോ ദൈവഗുരുത്വം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. ശരി ഗൈസ് അങ്ങനെ പോകാം ഗൈസ്. ഓക്കെ വീഡിയോ ഇവിടെ തെറ്റ് അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ ജീവനോടെ കിട്ടില്ല. ഞങ്ങളെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ ബൈ.